2024 ജെഇഇന്റെ ഫൈനൽ റിസൾട്ട് ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു നമ്മുടെ ജെഇഇന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ ബ്രില്യന്റിനെ എപ്പോഴത്തെയും പോലെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മുടെ അനന്ത പത്മനാഭനാണ് നമ്മുടെ കൂടെ ഉള്ളത്. I11 റിപ്പീറ്റർ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അനന്ത പത്മനാഭൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എന്തിനാ കൺഗ്രാറ്റുലേഷൻസ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജെഇഇന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ അനന്ത പത്മനാഭന് നല്ല ഉയർന്നൊരു റാങ്ക് തന്നെയാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് തന്നെ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓക്കെ, മോന്റെ വീട് എവിടെയാ? എന്റെ വീട് ആലപ്പുഴയിലാണ്. ആലപ്പുഴയാണ്. ആലപ്പുഴ എവിടെയാ? ആലപ്പുഴ മാവേലിക്കര. മാവേലിക്കര. ഓക്കെ, എങ്ങനെ തോന്നുന്നു ഇപ്പൊ നല്ല റാങ്ക് ഒക്കെ കിട്ടിയിരിക്കുന്നു മോനെ? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ആ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പം വീട്ടിലായിരിക്കണോ മോനെ? വീട്ടില് അച്ഛനും അമ്മയും അനിയനും. അനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ 11th പഠിക്കുക. 11th പഠിക്കുക. ഓക്കെ, എവിടെയാ പഠിക്കുന്നത്? കെ സ്കൂളിൽ. കെ സ്കൂളിൽ. അച്ഛനും അമ്മ എന്തൊക്കെയാണ്? അച്ഛൻ മാതൃഭൂമി വർക്ക് ചെയ്യുവാണ്. പിന്നെ അമ്മ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ, മോന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ വർഷം സ്കൂളിംഗ് ബ്രില്യന്റ് റെസിഡൻഷ്യൽ സ്കൂൾ മാന്നാനത്ത് കെയിലായിരുന്നു. ഓക്കെ, മോൻ എപ്പോ തൊട്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന കാര്യം IIT എന്നുള്ളൊരു സ്വപ്നവും കാര്യങ്ങളും എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് എപ്പോഴാണ് മോൻ അങ്ങനെ ഒരു താല്പര്യം വന്നത്? 10th ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു. 10th ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ ആലോചിച്ചപ്പോ എന്താണെന്ന് IIT തന്നെ എടുത്തേക്കാം, ആ ഒരു ഫീൽഡ് തന്നെ നോക്കാനുള്ള കാരണം? അത് ഫിസിക്സും മാത്സും ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടായിരുന്നു എഞ്ചിനീയറിംഗ്. ഓ, കുറച്ച് സ്ട്രോങ് പോയിന്റ് ഉണ്ടായിരുന്നത് ഫിസിക്സ് മാത്സിലും ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മോന് ഈ ഒരു ഫിസിക്സും മാത്സിലും നല്ലൊരു സ്ട്രോങ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏത് രീതിക്കാണ് നമ്മുടെ ഈ ഒരു ജെഇഇന്റെ പ്രിപ്പറേഷൻ അപ്പം എങ്ങനെയായിരുന്നു മോൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ജെഇഇ പ്രിപ്പറേഷൻ മെയിൻലി ബ്രില്യന്റിലെ ടീച്ചേഴ്സ് പറയുന്ന പോലെ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ അവരായിരുന്നു എക്സാംസ് അനലൈസ് ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും ചെയ്തായിരുന്നു മെയിനായിട്ട് ഫോക്കസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം അനന്തുവിന് ഇവിടെ നിന്ന് പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും ഇപ്പം നല്ലൊരു സ്കോർ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ബ്രില്യന്റിൽ ഇപ്പം മോനെ ഒരു ഇത്രയും റാങ്കിലേക്ക് സഹായിച്ച കാര്യം എന്തായിരുന്നു? ഏറ്റവും എന്നെ സഹായിച്ചു എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ടായിരുന്നു. പേരൻസിൻ്റെ സപ്പോർട്ട്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മോനെ ഹോസ്റ്റലായിരുന്നു? ഏത് ഹോസ്റ്റലായിരുന്നു? ലിബർട്ടി ഹോസ്റ്റൽ. ലിബർട്ടി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫും അവിടുത്തെ എക്സ്പീരിയൻസും പഠനവും ഒക്കെ? ഹോസ്റ്റൽ ലൈഫ് നല്ലായിരുന്നു, സപ്പോർട്ടീവ്, നല്ലതായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഹോസ്റ്റലിലെ കാര്യവും ഇവിടുത്തെ കാര്യവും ഒക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും അവര് പാരന്റ്സ് അന്വേഷിക്കുമല്ലോ, അപ്പൊ അവരോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് കുഴപ്പമില്ല, മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ വീട്ടുകാരെന്ത് പറഞ്ഞു? ഇത്ര നല്ല റാങ്ക് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞില്ലേ? അവരൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വീട്ടുകാർക്ക് നല്ല സന്തോഷമുണ്ട്. അവര് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇല്ല, റിസൾട്ട് വന്നതിന് ശേഷമാണ് അനന്ത പത്മനാഭനെ തിരിച്ചറിഞ്ഞത്, അങ്ങനെയാണോ? അല്ല, നേരത്തെ അറിയായിരുന്നു, പ്രിപ്പറേഷൻ ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു അല്ലേ? നന്നായിട്ട്. ഓക്കെ ഓക്കെ, മോൻ ഇനി JEE അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം JEE അഡ്വാൻസിന് എങ്ങനത്തെയുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്? കുറച്ചുകൂടി ജെഇഇനെക്കാട്ടും കുറച്ചുകൂടെ നല്ലപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണം. പിന്നെ കുറച്ചുകൂടെ അഡീഷണൽ മെറ്റീരിയലും ക്ലാസ്സസും റിവിഷൻ ക്ലാസ്സും അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിസിക്സും മാത്സും ഓൾറെഡി മോന്റെ സ്ട്രോങ് പോയിന്റ് ഉള്ള ഏരിയ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം കെമിസ്ട്രി എങ്ങനെയാ മോൻ ഡീൽ ചെയ്യുന്നത്? കെമിസ്ട്രി മെയിനായിട്ട് NCERT വായിക്കും. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കും. പിന്നെ എക്സ്ട്രാ സ്റ്റഡി വേറെ കുറച്ച് മെറ്റീരിയൽസും അങ്ങനെയൊക്കെ റെഫർ ചെയ്യും. യൂസ് ചെയ്യും. ഓക്കെ, മോന് ഇതിന് മുന്നേ ആരെങ്കിലും ഇൻഫ്ലുവൻസ് വല്ലതും ഉണ്ടായിരുന്നു? അതായത് എനിക്ക് ഇങ്ങനെ ഒരാളാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ? ഒന്നുമില്ല, മോന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു തോന്നലായിരുന്നു? ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? അത് ടോപ്പ് IIT എവിടെയെങ്കിലും ആണ്. ഓക്കെ, അപ്പൊ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഇല്ല, കിട്ടുന്ന എവിടെയാന്ന് വെച്ചാൽ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. JEE അഡ്വാൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇനിയും ഒരുപാട് മോഡൽ എക്സാംസും കാര്യങ്ങളും JEE അഡ്വാൻസിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്.